ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ MDCയിലെ മാർക്ക് ട്വെയിൻ്റെ ഒരു എസ്സേ ആണ്. അഡ്വൈസ് ടു യൂത്ത് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ യൂത്തിനുള്ള കുറച്ച് കുറച്ച് നിർദ്ദേശങ്ങൾ അദ്ദേഹം ഇവിടെ പറയുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഓഥർ ഒന്ന് പരിചയപ്പെടാം. മാർക്ക് ട്വെയിൻ സാമുവൽ ലാങ്ഹോൺ ക്ലിമെൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ഇറ്റ്സ് ബോൺ ഇൻ നവംബർ 13, 1835. ഏപ്രിൽ 21 in 1910 അദ്ദേഹം ജനിക്കുന്നത് 1835. നോ ബൈ ദ പെൻ നെയിം മാർക്ക് ട്വെയിൻ വാസ് എൻ അമേരിക്കൻ റൈറ്റർ, ഹ്യൂമറിസ്റ്റ് ആൻഡ് എസ്സേയിസ്റ്റ്. ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നോവലുകളാണ് താഴെ പറഞ്ഞിരുന്ന അഡ്വഞ്ചർ ഓഫ് ടോം സോയർ ആൻഡ് അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബറി ഫിൻ. ട്വെയിൻ ഈസ് വൈഡ്ലി കൺസിഡേഴ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് ഓൾ ടൈം. നമ്മുടെ മാർക്ക് ട്വെയിനായിട്ട് തന്നെ നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോക്കൽ ടൈപ്പ് ഓഫ് സർക്കംസ്റ്റാൻസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ലോക്കൽ നേച്ചർ, ഇതൊക്കെ വായനക്കാർക്ക് വളരെ ഇഷ്ടമാണ് എന്നുള്ളതാണ് പറയുന്നത്. മാർക്ക് ട്വെയിൻ ഈസ് ബെസ്റ്റ് നോ ഫോർ ഹിസ് യൂസ് ഓഫ് ഹ്യൂമർ ആൻഡ് സറ്റയർ ഇൻ ഹിസ് റൈറ്റിംഗ്, often using these techniques to comment on the social issues of his time. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ പ്രധാനമായിട്ടും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ, മനുഷ്യൻ്റെ ഇടപെടലുകളെ ആണ് അദ്ദേഹം സറ്റയർ രൂപത്തിൽ എഴുതാറുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അന്നത്തെ പ്രശ്നങ്ങൾ എന്താണോ അതിനെക്കുറിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അബൌട്ട് ദ എസ്സേ ആണ്. എന്തൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു രൂപം ഉണ്ടാക്കിയെടുക്കാം. അഡ്വൈസ് ടു യൂത്ത് ഈസ് എ സറ്ററിക്കൽ എസ്സേ റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ ഇൻ 1882. 1882 പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു എസ്സേ ആണ് മാർക്ക് ട്വെയിൻ്റേത്. ഇതിൽ ഇൻ അഡ്വൈസ് ടു യൂത്ത് മാർക്ക് ട്വെയിൻ ഹ്യൂമറസ്ലി അഡ്വൈസസ് യങ് പീപ്പിൾ ഓൺ ഹൗ ടു നാവിഗേറ്റ് ലൈഫ്. ഹിസ് ഗൈഡൻസ് ടച്ചസ് ഓൺ ടോപ്പിക്സ് ലൈക്ക് ഒബീഡിയൻസ് ടു പാരൻസ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈങ് ആൻഡ് ദ യൂസ് ഓഫ് ഫയർ ആംസ്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ പ്രധാനമായിട്ട് യൂത്തിനുള്ള കുറച്ച് അഡ്വൈസുകളാണ് മാർക്ക് ട്വെയിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പാരൻസിനനുസരിക്കുക, പിന്നെ നുണ പറയുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഗൺസൊക്കെ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് നമ്മുടെ മാർക്ക് ട്വെയിൻ ഇതിലൂടെ യൂത്തിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി എസ്സേയിലോട്ട് പോവാം. ഇത് ആക്ച്വലി ഒരു ലെക്ചറാണ്, അത് പിന്നെ എസ്സേ രൂപത്തിലാക്കി മാറ്റിയതാണ്. അപ്പോൾ ഇത് ഒരു കൂട്ടം ഓഡിയൻസിനോട്, അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കളോട് മാർക്ക് ട്വെയിൻ ഒരു വേദിയിൽ വെച്ച് പറയുന്നതാണ്. ഒരു സ്പീച്ചായിട്ട് നമുക്കിതിനെ കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ലെക്ചർ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ആ ഒരു വേ ഓഫ് റെപ്രസെൻറ്റേഷനാണ് ഇതിൻ്റെ ഒരു നരേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം തുടങ്ങുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ബീങ് ടോൾഡ് ഐ വുഡ് ബി എക്സ്പെർട്ട് ടു ടോക്ക് ഹിയർ, ഐ എൻകോർഡ് വാട്ട് സോർട്ട് ഓഫ് ടോക്ക് ഇൻ ഔ ടു മേക്ക്. They said it should be something suitable to youth, something it's a didactic, instructive, or something in the nature of good advices. അപ്പോൾ ഞാൻ ഒരു കാര്യത്തെ പറ്റി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, യൂത്തിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഇന്നിവിടെ പറയാൻ പോവുകയാണ് എന്നുള്ളത് പറയുകയാണ്. Very well, I have a few things in my mind which I have often longed to say for the instruction of the young. For it is the once tender early years that such things will be best-staked root and the most enduring and most valuable. First then, I will say to you, young friends, and I say it beseechingly, urgently. Okay. അപ്പോൾ ചില കാര്യങ്ങൾ, നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ
യുവാക്കളെ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളിത് വ്യക്തമായിട്ട് കേൾക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് മാർക്ക് ട്വെയിൻ തൻ്റെ അഡ്വൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ അഡ്വൈസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ അഡ്വൈസാണ് എന്ത്? ഓൾവേസ് ഒബേ യുവർ പാരൻസ്. നിങ്ങളുടെ രക്ഷിതാക്കളെ എപ്പോഴും അനുസരിക്കുക. ശേഷം പറയുന്നുണ്ട് ഓൾവേസ് ഒബേ യുവർ പാരൻസ് വെൻ ദേ ആർ പ്രസൻറ്റ്. അവരുള്ളപ്പോൾ നിങ്ങൾ അവരെ അനുസരിക്കുക, നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ അനുസരിക്കുക. ദിസ് ഈസ് ദ ബെസ്റ്റ് പോളിസി ഇൻ ദ ലോങ് റൺ ബിക്കോസ് ഇഫ് യു ഡോണ്ട് ദേ വിൽ മേക്ക് യു. ഓക്കെ, ഈ അനുസരണ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന, നിങ്ങളുടെ ആ ഒരു വലിയ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ രക്ഷിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബിക്കോസ് ഇഫ് യു ഡോണ്ട് ദേ വിൽ മേക്ക് യു. ഓക്കെ, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്തായും അവരെന്ത് ചെയ്യും? നിങ്ങളെ അനുസരിപ്പിക്കും. കാരണം രക്ഷിതാക്കൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ മാർക്ക് ട്വെയിൻ ഒരു ഹ്യൂമറായിട്ടാണ് ആ ഒരു ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് പാരൻസ് തിങ്ക് ദേ നോ ബെറ്റർ ദാൻ യു ഡു and you can generally make more by humoring that superstitions that you can by acting on your own better judgment. പല രക്ഷിതാക്കൾക്കൂടെ വിചാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് അറിയുമെന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളത് കരുതണം. ഇനി അഥവാ അവർക്കത് അറിയില്ലെങ്കിലും, അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിലും അവരങ്ങനെ ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളത് സമ്മതിച്ച് കൊടുക്കണം. കാരണം രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യേണ്ട, നമ്മളെപ്പോഴും കേൾക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ അനുസരിക്കണം എന്നുള്ളതാണ് മാർക്ക് ട്വെയിൻ പറയുന്നത്, ഒന്നാമതായിട്ടാണ് പറയുന്നത്. ശേഷം പറയുന്നുണ്ട് ബി റെസ്പെക്റ്റ്ഫുൾ ടു യുവർ സുപ്പീരിയേഴ്സ്. നിങ്ങളുടെ മുതിർന്ന ആൾക്കാരെ, നിങ്ങളെക്കാൾ പ്രായം കൂടിയ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കാൻ മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്. ഇഫ് യു ഹാവ് എനി ഓൾസോ ടു സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സംടൈംസ് ടു അതേഴ്സ്. ഇഫ് എ പേഴ്സൺ ഒഫെൻഡ് യു, യു ആർ ഇൻ ഡൗട്ട് ആസ് ടു വെദർ ഇറ്റ് വാസ് ഇൻറ്റൻഷണൽ ഓർ നോട്ട്, ഡു നോട്ട് റിസോർട്ട് ടു എക്സ്ട്രീം മെഷേഴ്സ്. സിംപ്ലി വാച്ച് യുവർ ചാൻസ് ആൻഡ് ഹിറ്റ് ഹിം വിത്ത് എ ബ്രേക്ക്. ഓക്കെ, നിങ്ങളെ മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിക്കാൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ മാർക്ക് ട്വെയിൻ ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അവർ സ്ട്രേഞ്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെക്കാൾ മുതിർന്നവരാണോ അവരെ നിങ്ങൾ ബഹുമാനിക്കണം. ഇനി ആരെങ്കിലും മുതിർന്നവർ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ, നിങ്ങൾ ആക്രമിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അത് അയാൾ ഇൻറ്റൻഷനൽ ആയിട്ടാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവസരം കിട്ടുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഒരു ബ്രിക്ക് എടുത്ത് എറിയണം. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി എന്നുള്ളതാണ് എന്ത് മാർക്ക് ട്വെയിൻ പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ റിവെഞ്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കണം. അതൊരു ഹ്യൂമറായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് മാർക്ക് ട്വെയിൻ ആ ഒരു വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. ശേഷം പറയുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാറ്റ് വിൽ ബി സഫിഷ്യൻറ്റ് if you shall find that he had not intended any offense. Come out frankly and confess yourself in the wrong when you struck him. Acknowledge it like a man and say you didn't mean to. അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അയാൾ ഇൻറ്റൻഷനോട് കൂടിയല്ല നിങ്ങളെ ആക്രമിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ചത്, അയാൾ അറിയാതെയാണത് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഫ്രാങ്കായിട്ട്, നിങ്ങൾ ഓപ്പണായിട്ട് എന്ത് ചെയ്യണം? അവരോട് ക്ഷമാപണം നടത്തണം. അവരോട് നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല എന്ന് നിങ്ങൾ അവരോട് തന്നെ നേരിട്ട് പറയണം. ഓൾവേസ് അവോയ്ഡ് വയലൻസ്. ഇൻ ദിസ് ഏജ് ഓഫ് ചാരിറ്റി ആൻഡ് കൈൻഡ്നെസ് ദ ടൈംസ് ഹാസ് ഗോൺ ബൈ ഫോർ സച്ച് തിങ്സ്. ലിവ് എ ഡൈനാമിക് സു ലോ ആൻഡ് അൺറിഫൈൻഡ്. ശേഷം പറയുന്നത് എന്താണ്? വയലൻസിനെ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിലൂടെ മാർക്ക് ട്വെയിൻ യങ് ജനറേഷന് കൊടുക്കുന്ന മറ്റൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയലൻസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ ആരെയും ആക്രമിക്കരുത്, നമ്മളാൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്നിരുന്ന ആ ഒരു മെസ്സേജാണ് മാർക്ക് ട്വെയിൻ ഇതിലൂടെ വീണ്ടും കൊടുക്കുന്നത്. അപ്പോൾ സുപ്പീരിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനും, നിങ്ങൾ എന്തെങ്കിലും ആക്രമണം ആർക്കെങ്കിലും ചെയ്താൽ അവരോട് ക്ഷമാപണം നടത്താനുള്ള ആ ഒരു വലിയ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് യങ് ജനറേഷനോട് മാർക്ക് ട്വെയിൻ പറയുന്നത്. ഓക്കെ, അവോയ്ഡ് വയലൻസ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. ദെൻ ശേഷമുള്ള സ്ലൈഡ് നോക്കാം. ഗോ ടു ബെഡ് ഏർലി, ഗെറ്റ് അപ്പ് ഏർലി. നേരത്തെ ഉറങ്ങാനും നേരത്തെ എണീക്കാനുമാണ് മാർക്ക് ട്വെയിൻ ശേഷം പറയുന്നത്. ദിസ് ഈസ് വൈസ്
സം അതോറിറ്റീസ് സേ ഗെറ്റ് അപ്പ് വിത്ത് ദ സൺ, സം സേ ഗെറ്റ് അപ്പ് വിത്ത് വൺ തിങ്, others വിത്ത് അനദർ. അല്ലേ, ചിലർ പറയുന്നത് സൂര്യനോടൊപ്പം എഴുന്നേൽക്കാൻ പറയും, അല്ലെങ്കിൽ ചിലർ പറയുന്നത് വേറെ ആരെപ്പെങ്കിലും എഴുന്നേൽക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും അനുസരിക്കാം. ബട്ട് എ ലാർക്ക് ഈസ് റിയലി ദ ബെസ്റ്റ് തിങ് ടു ഗെറ്റ് അപ്പ് വിത്ത്. പക്ഷേ നിങ്ങളൊരു ലാർക്കിനോടൊപ്പമാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റാണ്. ലാർക്ക് എന്ന് പറയുന്നത് നേരത്തെ എണീക്കുന്ന ആൾക്കാരെയാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത്. ഏർലി ബേർഡ്സ് നമ്മൾ പറയാറില്ലേ, മുമ്പ് എല്ലാ കാലത്തിലും മുമ്പ് എത്തുന്ന അല്ലെങ്കിൽ മുമ്പ് എഴുന്നേൽക്കുന്ന ആൾക്കാരെയാണ് ഈ ലാർക്ക് കൊണ്ട് മാർക്ക് ട്വെയിൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളൊപ്പം നിങ്ങൾ എഴുന്നേൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇറ്റ് ഗിവ്സ് യു എ സ്പ്ലെൻഡിഡ് റെപ്യൂട്ടേഷൻ വിത്ത് എവ്രിബഡി ടു നോ ദാറ്റ് യു ഗെറ്റ് അപ്പ് വിത്ത് എ ലാർക്ക്, ആൻഡ് ഇഫ് യു ഗെറ്റ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ലാർക്ക് ആൻഡ് വർക്ക് അറ്റ് ഹിം റൈറ്റ്. അല്ലേ, നിങ്ങൾ അയാളോടൊപ്പം എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും, എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കും, നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് മാർക്ക് ട്വെയിൻ പറയുന്നത്. ഇനി യു ക്യാൻ ഈസിലി ട്രെയിൻ ഹിം ടു ഗെറ്റ് അപ്പ് അറ്റ് 9:30 എവറി ടൈം, ഇറ്റ്സ് നോ ട്രിക്കി അറ്റ് ഓൾ. അല്ലേ, അയാൾക്ക് നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് അയാളെ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യിപ്പിക്കാം. എങ്ങനെയാണ്, അയാൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന നേരത്തെ എണീക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ 9:30 ആ ഒരു സമയത്ത് എണീപ്പിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാം. അതെന്തില്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യാണ്, 9:30 എണീക്കുന്ന ആൾ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് മാർക്ക് ട്വെയിൻ ഒരു ഹ്യൂമറായിട്ട് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഗെറ്റ് അപ്പ് ഏർലി ആൻഡ് ഗോ ടു ബെഡ് ഏർലി എന്നുള്ള ഒരു മെസ്സേജ് കൂടെ നമ്മുടെ മാർക്ക് ട്വെയിൻ യുവാക്കൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു എസ്സേയിലൂടെ. ദെൻ അടുത്ത പോയിൻ്റ് നോക്കാം നമുക്ക്. ദെൻ ശേഷം പറയുന്നു, നെവർ ഹാൻഡിൽ ഫയർ ആംസ് കെയർലെസ്ലി. ഒരിക്കലും നിങ്ങളെ വീട്ടിലുള്ള ഗണ്ണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗണ്ണ് പോലത്തെ വസ്തുക്കൾ നിങ്ങൾ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് മാർക്ക് ട്വെയിൻ ശേഷം പറയുന്നത്. അപ്പോൾ ഈ ഒരു അമേരിക്കൻ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹൗസ് എന്തുണ്ടാവും, ഗൺസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലേ, അപ്പോൾ അത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരു ഗണ്ണുണ്ടാവും. അത് നമ്മുടെ സിനിമകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ആണ് മാർക്ക് ട്വെയിൻ ഉള്ളത്, ഒരു അമേരിക്കൻ കൾച്ചറിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോടാണ് ഈ സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മാർക്ക് ട്വെയിൻ ഇങ്ങനെ ഒരു ഉപദേശം കൂടി അവർക്ക് കൊടുത്തത്. നമുക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരം ഫയർ ആംസുകൾ ഉപയോഗിക്കരുത്, അത് കെയർലെസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൈകാര്യം ചെയ്യരുത്. The sorrow and suffering that have been caused through the innocent but heedless handling of the firearms by the young. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നിങ്ങളത് കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു ജീവൻ നഷ്ടമായേക്കാം എന്നുള്ളതാണ് നമ്മുടെ മാർക്ക് ട്വെയിൻ പറയുന്നത്. അപ്പോൾ യങ് ആയിട്ടുള്ള നിങ്ങൾ, അല്ലെ, നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഇപ്പോൾ ഉള്ള സമയത്ത് എന്ത് ചെയ്യരുത്, അത്തരം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഗണ്ണ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മുടെ മാർക്ക് ട്വെയിൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മാർക്ക് ട്വെയിൻ്റെ ഒരു അനുഭവമാണ്. ഓൺലി 4 days ago, അല്ലേ, ഒരു 4 ദിവസം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാം. റൈറ്റ് ഇൻ ദ നെക്സ്റ്റ് ഫാം ഹൗസ് ടു ദ വൺ വെർ ഐ ആം സ്പെൻഡിങ് ദ സമ്മർ. അല്ലേ, ഞാൻ സമ്മർ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ഫാം ഹൗസിന് തൊട്ടടുത്ത്, അല്ലേ, ഒരു സംഭവം ഉണ്ടായി. അതെങ്ങനെയാണ് പറയുന്നത്, എ ഗ്രാൻഡ് മദർ, അല്ലേ, ഒരു മുത്തശ്ശി, ഓൾഡ് ആൻഡ് ഗ്രേ ആൻഡ് സ്വീറ്റ്, വൺ ഓഫ് ദ ലവ്ലിയസ്റ്റ് സ്പിരിറ്റ് ഇൻ ദ ലാൻഡ്. അല്ലേ, ഒരു പാവ മുത്തശ്ശി, വളരെ സ്നേഹമുള്ള, വളരെ ഭംഗിയുള്ള ഒരു സ്വീറ്റ് മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വാസ് സിറ്റിംഗ് അറ്റ് ഹർ വർക്ക്. അല്ലേ, അവിടെ എന്തോ ഒരു വർക്ക് ചെയ്യുകയായിരുന്നു അവരുടെ ഹൗസിൽ. വേർ ഹെർ യങ് ഗ്രാൻഡ് സൺ ക്രെപ്റ്റ് ഇൻ ആൻഡ് ഗോട്ട് ഡൗൺ ആൻ ഓൾഡ് battered rusty gun which had do not been touched for many years and was supposed not to be loaded. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഗ്രാൻഡ് സൺ, ഇവരുടെ പേരക്കുട്ടി എന്ത് ചെയ്യാണ്, അവരുടെ വീട്ടിൽ പഴയ ഒരു ഗണ്ണുണ്ട്, ആ ഗണ്ണെടുത്തുങ്ങാണ്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അത് മുത്തശ്ശിക്ക് നേരെ നീട്ടുകയാണ്. അതെന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള കാരണം, അവൻ വിചാരിച്ചത് എന്താണ്, അത് ലോഡഡ് അല്ല, അതെന്താണ്,
അതിൽ ബുള്ളറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു അവനത് എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അത് മുത്തശ്ശിയുടെ നേരെ പോയിൻ്റ് ചെയ്യാണ്. ആൻഡ് പോയിൻ്റ് ഇറ്റ് ഹർ ലോഫിങ് ആൻഡ് ത്രട്ടനിങ് ടു ഷൂട്ട്, അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് മുത്തശ്ശിയെ നോക്കി ചിരിക്കുകയാണ് ആ കുട്ടി. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ വെടിവെക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു കുട്ടി നിൽക്കുകയാണ്. In her fright, she ran screaming and pleading toward the door on other side or the room. അല്ലേ, അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ്. ഇല്ലേ, അഥവാ ഈ കുട്ടിയുടെ വെടിവെച്ചാൽ എന്ത് ചെയ്യും, മുത്തശ്ശി മരിക്കും, അല്ലേ. പക്ഷെ മുത്തശ്ശിയെ ഫോളോ ചെയ്ത് ആരുണ്ട്, ആ ഗ്രാൻഡ് സൺ മുത്തശ്ശിയുടെ പുറകിലുണ്ട്. But as she passed him, he placed the gun almost against her very breast. അല്ലേ, അപ്പോൾ മുത്തശ്ശി ആ തോക്കിന് മുമ്പിലൂടെ ഇങ്ങനെ ഓടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രാൻഡ് സൺ എന്ത് ചെയ്യുകയാണ്, മുത്തശ്ശിയുടെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഗണ്ണ് കൊടുന്ന് വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഗൺ ഓൾമോസ്റ്റ് അഗെയിൻസ്റ്റ് ഹെർ വെരി ബ്രസ്റ്റ് ആൻഡ് പുൾ ദ ട്രിഗർ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ട്രിഗർ എന്ത് ചെയ്യാണ്, പുൾ ചെയ്യാണ്, ആ ട്രിഗർ വലിക്കുകയാണ്, വെടിവെക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ ഹാഡ് സപ്പോസ്ഡ് ഇറ്റ് വാസ് നോട്ട് ലോഡഡ്, അല്ലേ. ആ കുട്ടി വിചാരിച്ചെന്തായിരുന്നു, ആ ഒരു ഗണ്ണ് ലോഡായതല്ല എന്നുള്ളതായിരുന്നു ആ കുട്ടി വിചാരിച്ചത്. എന്നിട്ട് അങ്ങനെയാണ് ആ കുട്ടിക്ക് മുത്തശ്ശിയെ ട്രിഗർ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയത്. പക്ഷേ എന്തായിരുന്നു, ആൻഡ് ഹി വാസ് റൈറ്റ്, അവൻ്റെ ശരിയായിരുന്നു. എന്തായിരുന്നു, ഇറ്റ് വാസ് ഇൻറ്റ്, അല്ലേ, അത് ലോഡല്ലായിരുന്നു. സോ ദർ വാസ് എനി ഹാം ഡൺ, അല്ലേ. അതുകൊണ്ട് അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സംഭവിച്ചില്ല എന്നുള്ളതാണ് മാർക്ക് ട്വെയിൻ പറയുന്നത്. നമ്മളൊക്കെ കരുതിയത് ആ മുത്തശ്ശി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കുട്ടിയുടെ ആ ഒരു ഈ ഒരു കുസൃതി കാരണമായിട്ട് ആ മുത്തശ്ശി മരിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്ക് ട്വെയിൻ എന്ത് ചെയ്യാണ്, ഒരു ആകാംക്ഷയിൽ കൊണ്ടുവന്നതിൽ അവസാനം എന്താണ്, അതിനൊക്കെ നശിപ്പിക്കുകയാണ് മാർക്ക് ട്വെയിൻ ഇവിടെ ഈ ഒരു സ്റ്റോറിയിലൂടെ ചെയ്യുന്നത്. പിന്നെ ശേഷം പറയുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ചിലതെന്താവും, വളരെ ഡിസാസ്റ്ററായിട്ട് മാറും. പക്ഷെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീട്ടിലെ ഗണ്ണ് കെയർലെസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ വളരെ വലുതാണ്. ചിലപ്പോൾ ഒരു ജീവൻ തന്നെ നിങ്ങൾക്ക് അത് കാരണമായിട്ട് എന്ത് ചെയ്യാം, നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ് മാർക്ക് ട്വെയിന് ശേഷം യുവാക്കളോട് പറയുന്നത്. ദർ ആർ മെനി സോർട്ട് ഓഫ് ബുക്സ്. ഇനി അടുത്തൊരു അഡ്വൈസാണ് മാർക്ക് ട്വെയിൻ യുവാക്കൾക്ക് നൽകുന്നത്, ബുക്കുകൾ വായിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലേ. നമ്മൾ ചുറ്റുപാട് എന്തുണ്ട്, ഒരുപാട് ബുക്കുകളുണ്ട്, ഒരുപാട് ബുക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റും ഈ ഒരു അവസരത്തിൽ. ബട്ട് ഗുഡ് വൺസ് ആർ ദ സോർട്ട് ഫോർ ദ യങ് ടു റീഡ്. റിമെമ്പർ ദാറ്റ് ദേ ആർ ഗ്രേറ്റ് ആൻഡ് ഇൻസ്റ്റിമബിൾ ആൻഡ് അൺസ്പീക്കബിൾ മീൻസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്കുകൾ വായിക്കണം. അതിലെല്ലാ ബുക്ക് വായിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബുക്ക് ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. സെലക്ഷൻ ഓഫ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം പറയുന്നുണ്ട്, ദെർഫോർ ബി കെയർഫുൾ യുവർ സെലക്ഷൻ. മൈ യങ് ഫ്രണ്ട്സ്, ബി വെരി കെയർഫുൾ. Confine yourself exclusively to Robertson's sermons and Baxter Saint's Rest, The Innocent Abroad and work of that kind. ഓക്കെ, അപ്പോൾ ചില എഴുത്തുകാരന്മാരെ മാർക്ക് ട്വെയിൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് മാർക്ക് ട്വെയിന് അടുത്തതായിട്ട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അവസാനം മാർക്ക് ട്വെയിൻ പറയുന്നുണ്ട്, ബട്ട് ഹാവ് സെഡ് ഇനഫ്. I hope you will treasure up the instruction which I have given you, and make them a guide to your feet and a light to your understanding. Build your character thoughtfully and painstakingly upon these perspectives, and by, when you have got it built, you will be surprised and gratified to see how nicely and sharply it resembles everybody else. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് കൊണ്ടുവന്ന് നോക്കൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശീലിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതൊന്നും എന്തല്ല, വെറുതെ അല്ല. ഇതൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്ക് ട്വെയിൻ ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ എസ്സേയിൽ പ്രധാനമായിട്ട് മാർക്ക് ട്വെയിൻ യുവാക്കൾക്ക് കൊടുക്കുന്ന അഡ്വൈസാണിത്. ഇത് ഡെലിവർ ആയത്, ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തത് ഒരു 19th സെഞ്ച്വറിയിലാണ്, 1882. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ഒരു സ്പീച്ച് ഇപ്പോഴും റെലവൻ്റ് ആയി ഇരിക്കാനുള്ള കാരണം
അതിൻ്റെ വാല്യൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന നിലക്കാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് മാർക്ക് ട്വെയിൻ അന്ന് നമ്മളോട് ഷെയർ ചെയ്തതും. അതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാർക്ക് ട്വെയിൻ തൻ്റെ സ്പീച്ചിൽ യുവാക്കൾക്ക് കൊടുത്ത അഡ്വൈസ് എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തതാണെന്ത്, പാരൻസിനെ അനുസരിക്കുക എന്നുള്ളത്. രണ്ടാമത്തതാണെന്ത്, സുപ്പീരിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തത് എന്താണ്, ഗോയിങ് ബെഡ് ഏർലി ആൻഡ് വേക്കപ്പ് ഏർലി എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ ലൈയിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഫയർ ആം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ബുക്കുകൾ വായിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു എസ്സേയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് വെച്ച് നിങ്ങളതിനെ എക്സാജറേറ്റ് ചെയ്യുക ആൻസറൊക്കെ എഴുതുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ചെയ്ത എല്ലാ സ്ലൈഡുകളും നിങ്ങളുടെ ടെസ്റ്റിൽ പറഞ്ഞ അതേ ടെസ്റ്റാണ്. അതിൻ്റെ ഒരു സെയിം ഡിജിറ്റൽ ഫോർമാറ്റാണ് ഞാനതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോട്ടാക്കിയിട്ട് നിങ്ങളതൊന്നും എഴുതണം എന്നില്ല. ഈ ഒരു റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. മാർക്ക് ട്വെയിനെ കുറിച്ച് മനസ്സിലാക്കുക, എന്താണ് എസ്സേയിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ പോയിൻറ്റ്സും എങ്ങനെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ അത്രയും ഉള്ളൂ നമ്മുടെ ഈ ഒരു എസ്സേയിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എസ്സേയാണ്, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ നമ്മളെ അഡ്വൈസ് ചെയ്യാറുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് മാർക്ക് ട്വെയിൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ദിസ് ചാപ്റ്റർ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ and don't forget to subscribe my channel and see you. Okay, goodbye. Thank you so much.